നമസ്കാരം. കളി കാണും നേരമാണ്. ISLന് പിന്നാലെ ഐ ലീഗിലെയും കേരളത്തിന്റെ സാന്നിധ്യം അവസാനിച്ചു. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിനും ഗോകുലം കേരള FC-ക്കും സൂപ്പർ കപ്പാണ് ലക്ഷ്യം. ഇരു ടീമിലെയും താരങ്ങളുണ്ട് ഇന്ന് കളി കാണും നേരത്തിൽ. ഒപ്പം വോളിബോളിന്റെ പെരുമ പേറുന്ന കുറച്ച് വോളി ഫ്രണ്ട്സ്. സ്വാഗതം കളി കാണും നേരത്തിലേക്ക്. ഈ സീസണിൽ ഗോകുലം കേരള FC-ക്ക് എന്താണ് പറ്റിയത്? മലബാർ ബറ്റാലി എന്ന ആരാധക വൃന്ദത്തെ നിരാശപ്പെടുത്തിയതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് വിദേശ താരങ്ങളുടെ ഫോമില്ലായ്മയാണ്. VP സുഹേർ, മുഹമ്മദ് റാഷിദ്, മുഹമ്മദ് ഇർഷാദ്, ആ 3 പേർ പറയും ഗോകുലത്തിന് അവരുടെ ടീമിന് എന്തു പറ്റിയെന്ന്. ഞങ്ങളത് തുടക്കം നല്ലതായിരുന്നു. മോഹൻ ബഗാനായിട്ട് ഡ്രോ, പിന്നെ എവേ മാച്ചായിരുന്നു നെരോക്കി ആയിട്ടാവും ഡ്രോ, പിന്നെ വന്ന് 3 കളികളും, പിന്നെ വന്ന് ചെന്നൈ ആയിട്ട് ഇവിടെ തോറ്റു, പിന്നെ 3 മാച്ചുകൾ അടുപ്പിച്ച് വിൻ ചെയ്യാൻ പറ്റി. ആ ഒരു തുടർച്ച കിട്ടിയില്ല. മെയിൻ കാരണം എന്ന് പറയാനുള്ളത് ഈ ഫോറിനേഴ്സ് തന്നെയാണ്. എല്ലാവരും ഫോറിനേഴ്സ് സ്ഥിരമായിട്ട് തുടക്കം മുതൽ ലാസ്റ്റ് വരെ ഒരേ ഫോറിനേഴ്സാണ്. അതും നല്ല ഫോറിനേഴ്സ് തന്നെ. നമ്മളത് അത് സ്ഥിരമാക്കാൻ പറ്റില്ല. ചില ഫോറിൻ പ്ലേയേഴ്സ് ഫാമിലി പ്രോബ്ലംസ് എന്ന് പറഞ്ഞ് ജർമ്മനി പോലത്തെ പ്ലേയേഴ്സിന് പോകേണ്ടി വന്നു. അതുപോലെ നമുക്ക് ചില പ്ലേയേഴ്സിന് ഇഞ്ചുറി കാരണം സർജറി കഴിഞ്ഞു. അങ്ങനെയൊക്കെ ഉണ്ടായപ്പോൾ ടീം സെറ്റായി വരികയായിരുന്നു. കോമ്പിനേഷനൊക്കെ സെറ്റായി വരുമ്പോൾ പെട്ടെന്ന് പ്ലേയേഴ്സ് മാറി മറിയുമ്പോൾ ടീമിലുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു. ഞങ്ങൾ ജർമ്മനായിരുന്നു ഞങ്ങളുടെ മെയിൻ പ്ലെയർ. ആൻ്റോണിയോ ജർമ്മൻ ബ്ലാസ്റ്റേഴ്സ് കളിച്ച ആളാണ്. അപ്പോൾ ആളുദ്ദേശിച്ചായിരുന്നു ഞങ്ങൾ ടീം പ്ലാൻ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ഫോറിൻ കോച്ചായിരുന്നു. ആൾ പ്ലാൻ ചെയ്തു. ഒരു അർജൻറ്റീനക്കാരുണ്ട്, ഒരു ബ്രസീലുകാരുണ്ട്. പക്ഷേ കുറച്ച് കളി കഴിഞ്ഞപ്പോൾ ജർമ്മൻ അങ്ങനെ പോയി. അതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ പുതിയൊരു ഫോറിനറെ കൊണ്ടുവരണം, അത് സെറ്റാവണം, അതിനൊക്കെ ടൈം എടുത്തു. ഇത് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്ക്. അതുകൊണ്ടാണ് ആ തുടക്കം തന്നെ അങ്ങോട്ട് പോകാൻ പറ്റാതെ. തുടക്കം നല്ല രീതിയിൽ കിട്ടി, ആ തുടക്കം മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റാത്തത് അതുകൊണ്ടായിരുന്നു. Kim Kima diverting it, and it's in a way summed up the season Mohan Bagan have had so far. സ്ഥിരമായിട്ടുള്ള വിജയം ആ കോമ്പിനേഷൻ പോയി ടീമിൻ്റെ. ഈ പ്ലേയേഴ്സ് മാറണമെന്നും പിന്നെ എന്താ പറയുക, നമ്മളൊക്കെ സ്ട്രൈക്കിങ്ങിലാണെന്നുണ്ടെങ്കിലും ഗോളടിക്കാൻ കുറേ മിസ്റ്റേക്കുകൾ വന്നു, ചാൻസസുകളൊക്കെ. അതുപോലെ തന്നെ ഇപ്പോൾ ഇർഷാദൊക്കെ പറഞ്ഞ മാതിരി തന്നെ ഈ ഭാഗ്യം എന്നാണ് നമുക്ക് ടീമിന് ഈ പ്രാവശ്യം വളരെ കുറവായിരുന്നു. ഇപ്പോൾ ഇന്ത്യൻ പ്ലേയേഴ്സൊക്കെ അത്യാവശ്യം നല്ല പ്ലേയേഴ്സാണെന്നാണ് എൻ്റെ ഇത്. അപ്പോൾ ഫോറിൻ പ്ലേയേഴ്സിന് നല്ല റിക്രൂട്ട്മെൻ്റ് ആവണമെന്നാണ്. മാനേജ്മെൻറ്റ് നല്ല റിക്രൂട്ട്മെൻറ്റ് തന്നെ നടത്തും. ഈ 2 സീസൺ ഞങ്ങൾക്ക് അതാണ് പറ്റിയത്. അടുത്ത സീസണിൽ എന്തായിട്ടും നല്ല റിക്രൂട്ട്മെൻറ്റ് ഉണ്ടാവും ഫോറിൻ പ്ലേയേഴ്സിന്. തുടക്കത്തിലൊക്കെ ഇപ്പോൾ നമ്മൾ കളി ജയിക്കുമ്പോഴൊക്കെ ടീം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോകുലത്തിന് ചാൻസ് കൂടുതലുണ്ടെന്ന് പറഞ്ഞിരുന്നു. പിന്നെ എന്താണെന്ന് അറിയില്ല, താഴത്തേക്ക് പോയി ടീം ഈ പ്രാവശ്യം. ഐ ലീഗ് ഞങ്ങൾക്ക് എന്തായാലും നഷ്ടമായി. ഞങ്ങൾ ഐ ലീഗ് തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങളൊരു ഫസ്റ്റ് 3 പൊസിഷനിൽ എത്തണം എന്നായിരുന്നു വിചാരിച്ചത്. ഇനി ഞങ്ങൾ സൂപ്പർ കപ്പിലോട്ടാണ് നോട്ടം ഇട്ടിരിക്കുന്നത്. അതിൽ ഇപ്പം ഞങ്ങൾ 9ാം സ്ഥാനത്ത്. ഞങ്ങൾക്ക് ഡൽഹിയോ അല്ലെങ്കിൽ പൂനെ ആയിട്ടായിരിക്കും മത്സരം. ഇപ്പോൾ ഈ ലാസ്റ്റ് 2 കളിയായിട്ട് എനിക്ക് ഭയങ്കര വിശ്വാസമുണ്ട് ഞങ്ങൾ ടീമിൽ എന്തെങ്കിലും നല്ല റിസൾട്ട് ഈ സൂപ്പർ കപ്പിൽ ഉണ്ടാകും. ലാസ്റ്റ് 2 കളി നല്ലൊരു ഒത്തൊരുമയാണ് ടീമിൽ ഉണ്ടായിരിക്കുന്നത്. Jairaj! Oh, what a finish! What a finish! And the Malabarians have equalized. സൂപ്പർ കപ്പിൽ പരമാവധി ഹാർഡ് വർക്ക് ചെയ്ത് നല്ല റിസൾട്ട് നമ്മളെ ബറ്റാലിയൻ, നമ്മൾ ഫാൻ ഫോളോവേഴ്സ് ഉണ്ട്, അവർക്കൊക്കെ വേണ്ടിയിട്ട് അവരൊക്കെ കുറേ കഷ്ടപ്പെടുന്നുണ്ട് നമ്മളെ ഫാൻസ്.
കുറേ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്, കളി കാണാൻ വരുന്നുണ്ട്. അവർക്കൊക്കെ വേണ്ടി ഞങ്ങൾക്ക് സൂപ്പർ കപ്പ് എന്തായാലും വിൻ ചെയ്തേ പറ്റൂ. ഏത് ടീമാണെന്നുണ്ടെങ്കിലും അതിൻ്റെ മുഖ്യ ഘടകം എന്ന് പറയുന്നത് ഫോറിനേഴ്സാണ്. അവർ നല്ല ക്വാളിറ്റിയും അവരെ ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യൻ പ്ലേയേഴ്സ് അവർക്ക് ഒരു സ്റ്റെപ്പ്, അതായത് ഓർക്കൊരു പിന്തുടർച്ചയായി പോകാമെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കളിച്ചു കൊടുത്താൽ വിജയം ഉണ്ടാകും. ഇപ്പോൾ ചെന്നൈയിനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോറിനേഴ്സാണ് ആ ടീമിൻ്റെ വിജയം. ആ ഫോറിനേഴ്സിൻ്റെ കൂടെ ഇന്ത്യൻ പ്ലേയേഴ്സും കൂടിയും സപ്പോർട്ട് ചെയ്ത് കളിച്ചു, അതാണ് അതിലുള്ള വിജയം. Oh, nice ball, great weight on it. Marcus brings it down. It's 1-on-1 and Gokulam Kerala lead. ഇപ്പോൾ ഐ ലീഗും ISLും കൂടി മെർജ് ചെയ്യാമെന്നൊരു വാർത്തയുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ ഐ ലീഗ് നിൽക്കുന്നത് തന്നെ ഈസ്റ്റ് ബംഗാൾ, മോഹൻ ബഗാൻ അങ്ങനത്തെ വലിയ ടീമുകൾ നിൽക്കുന്നതുകൊണ്ടാണ് ഐ ലീഗിന് ഇപ്പോൾ ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത്. ഈ മെർജ് ചെയ്യുന്നതോട് കൂടി ഈസ്റ്റ് ബംഗാൾ, മോഹൻ ബഗാൻ ISLോട്ട് പോയാൽ ഇതിൻ്റെ ക്വാളിറ്റി പോകും ഈ ഐ ലീഗിൻ്റെ. അപ്പോൾ രണ്ടും കൂടി മെർജ് ചെയ്താൽ ഐ ലീഗ് ടീമുകളിൽ ഇനിയിപ്പോൾ ഒരു സെക്കൻഡ് ഡിവിഷനായിട്ട് കളിക്കേണ്ടി വരും ലീഗിൽ. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ISL, ഐ ലീഗ്, സെക്കൻഡ് ഡിവിഷൻ ഈ 3 ലീഗ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലുള്ള പല യങ് പ്ലേയേഴ്സിനും ചാൻസസ് കിട്ടുന്നത് കളിക്കാൻ. ഇതിപ്പോൾ ISL മാത്രമായി മാറുകയാണെങ്കിൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നവർക്കേ ചാൻസ് ഉള്ളൂ. Back into it to here, lots of space. It's 4-on-4 here. And now Marcus chance. Oh, what a delightful finish from Marcus. And within a few minutes, Gokulam Kerala have turned it around. ഞാൻ കണ്ടതിൽ വെച്ച് ഇപ്പോൾ കുറച്ചൊക്കെ അത്ര വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലെങ്കിലും 2-3 ക്ലബ്ബിൽ പോയ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും നല്ല മാനേജ്മെൻറ്റാണ് ഗോകുലത്തിൻ്റെത്. For Mohan Bagan to defend, and they've scored an own goal. Kim Kima diverting it, and it's in a way summed up the season Mohan Bagan have had so far. ഞങ്ങളെ മാനേജ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത് തന്നെ ഞങ്ങളെ കേരളത്തിലെ പ്ലേയേഴ്സാണ് കൂടുതലും ഈ ടീമിൽ വരണമെന്ന് ഉദ്ദേശിക്കുന്ന ഒരു മാനേജ്മെൻറ്റാണ്. ഇപ്പം നമ്മൾ പുറത്തെ ടീമാണെങ്കിലും പുറത്തത്തെ പ്ലേയേഴ്സാണ് അവർ കൂടുതലായിട്ട് ഉദ്ദേശിക്കുക. അപ്പം ഇവർ മലയാളീസിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്, പിന്നെയാണ് ഫോറിനേഴ്സും പുറത്തുള്ള പ്ലേയേഴ്സൊക്കെ നോക്കുന്നത്. അതുകൊണ്ട് മാനേജ്മെൻറ്റ് അടിപൊളിയാണ്. ISLന്റെ ഷോക്കിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സ് മുക്തരായി കഴിഞ്ഞു. ഇനി സൂപ്പർ കപ്പാണ് അവർക്ക് മുന്നിലുള്ളത്. കോഴിക്കോടുകാരൻ K പ്രശാന്ത് ഉണ്ട് കളി കാണാൻ നേരത്തിൽ. കഴിഞ്ഞ സീസണിലെ കാര്യങ്ങളൊക്കെ K പ്രശാന്ത് പറഞ്ഞു തരും. Strike and save Doran Soros. Stojanovic with a shot. Lovely ball for Beneath. Flag stays down for Beneath. Penalty cross doesn't get it Beneath. Through a boot and it doesn't find the target, and neither does Stojanovic. It was Nazari that fired it goalwards. Kramarovic. കാരണം ISL ഭയങ്കര എന്താ പറയുക ഡിസപ്പോയിൻറ്റിങ് സീസൺ ആയിരുന്നു ബ്ലാസ്റ്റേഴ്സിന്. അപ്പം പിന്നെ കോച്ചും ജോയിൻ ചെയ്തിട്ട് അധികം കാലമായിട്ടില്ല. പിന്നെ ഞങ്ങളുടെ മെയിൻ ഫോക്കസ് ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ കപ്പിലേക്ക് തന്നെയാണ്. അതിൻ്റെ ഫിക്ചർ വന്നിട്ടില്ല. 15-16 തീയതിയാണ് കളി എന്നാണ് കേട്ടത്. അപ്പം ഞങ്ങളെല്ലാവരും അതിനു വേണ്ടി ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ട്. സൂപ്പർ കപ്പിൽ നല്ലൊരു പൊസിഷനിലെത്തി അല്ല ചാമ്പ്യൻ ആവുക, ആ ഒരു വിശ്വാസത്തോടെ തന്നെയാണ് ട്രെയിൻ ചെയ്യുന്നതും കളിക്കാൻ പോകുന്നത്. Building neatly, and Stojanovic is going to have a crack, and we have the first goal of the season, and it goes to Poplatnik. The Slovenian gets his just desserts, I suppose. പിന്നെ നമ്മുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ആരാധകരാണ്. 45-50,000 ക്രൗഡുള്ള സ്റ്റേഡിയത്തിൽ 3,000 അല്ലെങ്കിൽ 2,000 ആയി ക്രൗഡ് കുറഞ്ഞു. പിന്നെ എന്ന് വെച്ചാൽ മെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 100% സമ്മതിക്കുന്നു ടീമിൻ്റെയും അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ കുറേ എല്ലാ പ്ലേയേഴ്സിൻ്റെയും ബാഡ് പെർഫോമൻസ് കൊണ്ടാണ് ISL അങ്ങനെ ഫിനിഷ് ചെയ്യാൻ പറ്റിയത്. അതിലെല്ലാവരും പ്ലേയേഴ്സ് ആവട്ടെ, കോച്ച് ആവട്ടെ, മാനേജ്മെൻ്റ് ആവട്ടെ, എല്ലാ സ്റ്റാഫ് ആവട്ടെ, എല്ലാവരും അതിൽ ഭയങ്കര നിരാശരാണ്. The header from Poplatnik goes flashing across the face of goal. It's an early opportunity for Kerala, who will be disappointed. He hasn't got that closer to the target.
Convincingly cleared, was stabbed goals and turned back beneath. And CK Beneath scores yet again for the Kerala Blasters. ഞങ്ങൾ തായ്ലൻഡിൽ പോയി. തായ്ലൻഡിൽ ഒരു 1 വീക്ക് ട്രെയിനിങ് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു ഇഞ്ചുറി പറ്റി സർജറി കഴിഞ്ഞത്. അതിനുശേഷം ഒരു 6-7 വീക്ക് ഞാൻ റെസ്റ്റ് എടുത്തു. അതിനുശേഷം പിന്നെ എന്താ പഴയൊരു ഫോമിലേക്കോ അല്ലെങ്കിൽ എന്തോ എത്തിച്ചേരാൻ പറ്റില്ല. ഇപ്പം ഞാൻ ഫിറ്റാണ്, ഇപ്പം കുഴപ്പമൊന്നുമില്ല, ഇഞ്ചുറീസ് ഒന്നുമില്ല. അപ്പം ഇനി നന്നായി വർക്ക് ചെയ്തിട്ട് നന്നായി കളിക്കാൻ പറ്റും. Slavista Stojanovic, 70th minute. What a wonderful comeback. Kerala Blasters 1, Jamshedpur FC 2. കുറേ ഇൻസിഡൻറ്റ് എനിക്ക് പേഴ്സണലായിട്ട് ഉണ്ടായൊരു ഇൻസിഡൻ്റാണ്. ഇനിയിപ്പോൾ ആരും അതിൻ്റെ ഹൈലൈറ്റ്സ് ഒന്നും എടുത്ത് നോക്കുന്നുണ്ടാവില്ല. നോർത്ത് ഈസ്റ്റ് ആയിട്ടുള്ള ഒരു അവേ മാച്ച് ഉണ്ട്. നമ്മൾ കമൻട്രി എന്ന് പറയുന്നത് ഒരു പ്രൊഫഷനാണ്, നമുക്ക് ഓരോ പ്രൊഫഷനാണ്. അപ്പോൾ അത് ആ പ്രൊഫഷണലിൻ്റെ രീതിയിൽ റെസ്പെക്റ്റ് കൊടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അല്ലാതെ കമൻട്രിയിൽ എന്താ പറയുക, ഞാൻ നോർത്ത് ഈസ്റ്റ് ആയിട്ടുള്ള കമൻട്രി നിങ്ങൾ ഹൈലൈറ്റ്സ് കിട്ടുകയാണെങ്കിൽ അത് കണ്ടാൽ മനസ്സിലാവും ആ സമയത്ത് ഇരുന്ന കമൻറ്റേറ്റർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ആ സ്റ്റാർട്ടിങ് എന്താ പറയുക ഫസ്റ്റ് മിനിറ്റ് മുതൽ 90 മിനിറ്റ്സ് വരെ കണ്ടാൽ ശരിക്കും മനസ്സിലാവും. അപ്പം നമ്മൾ എനിക്ക് ആരാധകരോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം ശരിയാണ്. പ്ലെയേഴ്സ് ആരും നന്നായി കളിച്ചിട്ടില്ല, ടീമിൻ്റെ പെർഫോമൻസ് ഇല്ല, ആൾക്കാർ എക്സ്പെക്റ്റ് ചെയ്ത അത്ര സീസൺ നന്നായിട്ട് പോയിട്ടില്ല, അതെല്ലാം ശരിയാണ്. പക്ഷേ ഒരു എന്താ പറയുക, ഒരു കളിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് മാത്രം കമൻട്രീനെ കണ്ടിട്ട് അത് ഒരു കമൻട്രി വെച്ചിട്ട് ഒരു പ്ലെയറെയോ അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റിനെയോ ഒരു കോച്ചിനെയോ ഒരു സ്റ്റാഫിനെയോ ഒന്നും ആരും വിലയിരുത്തരുത്. Sahal with a chance to score as well, and some finish that from Sahal Abdul Samad. Well, he deserved that goal because he created it in the first place by making that run from his own half. ഞാൻ ഇതുവരെ ഞാൻ കണ്ടത് ഞാൻ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിയെ സ്നേഹിക്കുന്നവരാണ്, എന്നാൽ കൂടെ തന്നെ ടീമിനോട് ഭയങ്കര താല്പര്യമുള്ളൊരു എന്താ ടീം തോറ്റാലും ജയിച്ചാലും അവർക്ക് കുഴപ്പമില്ല, അവർക്ക് ആ ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ആ ഫുട്ബോൾ കളിയോടുള്ള അത്ര എന്താ പറയുക ആ സ്നേഹം കാണിക്കുന്ന അങ്ങനെയായിരുന്നു വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എന്തോ എന്താ ടീമിൻ്റെ ബാഡ് പെർഫോമൻസ് ആവട്ടെ, പിന്നെ അതുകൊണ്ട് എന്തോ ആരാധകർ തീരെ ഇല്ലാതായി. അത് ടീമിനെ സംബന്ധിച്ചിട്ട് ഇൻഡിവിജ്വൽ പ്ലേയേഴ്സിനെ സംബന്ധിച്ചിട്ട് എല്ലാവർക്കും ഭയങ്കര നിരാശ ആവുന്ന കാര്യമാണ്. കാരണം 50-60,000 ക്രൗഡ് ഉള്ളിടത്ത് പെട്ടെന്ന് 2,000-3,000 ആകുമ്പോൾ പെട്ടെന്ന് ആർക്കും അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അനസ്ക എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും എന്താ പറയുക ഇന്ത്യൻ ഫുട്ബോൾ ഞാൻ ഇത്രയും കാലം അധികം കാലം കളിച്ചിട്ടില്ല, ഇത്രയും കാലം ഞാൻ കളിച്ചത് ഇത്രയും ഹമ്പിളായിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും സ്നേഹം അല്ലെങ്കിൽ ഇത്രയും ഇങ്ങനെ ആരെങ്കിലും ഇങ്ങനെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഏതെങ്കിലും എന്താ പറയുക എന്താ പറയുക മനുഷ്യനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അൻസിക തന്നെയാണ്. കാരണം ഇവിടെ ഏത് പ്ലേയേഴ്സ് ആവട്ടെ, ഞാൻ അറിഞ്ഞെടുത്ത് അദ്ദേഹം പോയ ഏത് ക്ലബ്ബാവട്ടെ എവിടെ ആവട്ടെ അദ്ദേഹത്തിന് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കാരണം അയാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം ബ്രദറെ പോലെ തന്നെ എല്ലാ പ്ലേയേഴ്സും. Building neatly, Stojanovic is going to have a crack, and we have the first goal of the season, and it goes to Poplatnik. The Slovenian gets his just desserts, I suppose. പണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ സീസണിൽ ഞാൻ അവിടെ വരുന്ന സമയത്ത് റിനുവേട്ടൻ, റാഫിക്ക, പിന്നെ വിനീതേട്ടൻ, ഞങ്ങൾ 4 പേരേ ഉണ്ടായിരുന്നുള്ളൂ. ഈ സീസൺ തുടങ്ങിയ സമയത്ത് 11 മലയാളീസ് ഉണ്ടായിരുന്നു. അപ്പം മൊത്തം ടീമിൻ്റെ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ മലയാളികൾ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് തന്നെയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ആരാധകരാവട്ടെ എല്ലാവരും സന്തോഷം അത് തന്നെയാണ്. ഞങ്ങളും 11 പേരുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളൊരു മലയാളി 11 പേര് ഇറങ്ങിയിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. Poplatnik goes flashing across the face of goal. It's an early opportunity for Kerala, who will be disappointed. He hasn't got that closer to the target. ഇപ്പോൾ വിനീതേട്ടൻ്റെ ഇപ്പം നന്നായി കളിക്കുന്നു. വിനീതേട്ടൻ നല്ല ഏതൊരു പ്ലെയറും നന്നായി കളിച്ചില്ലെങ്കിൽ നമുക്ക് അവരോട് ലൈക്ക് എന്താ പറയുക അവരോട് പറയേണ്ട ഒരു വേ ഉണ്ട്. ലൈക്ക് നിങ്ങൾ നന്നായി കളിച്ചിട്ടില്ല, ഞങ്ങൾ അത് പോരാ ഇത് പോരാ. പക്ഷേ അബ്യൂസ് ചെയ്യുന്ന അവരുടെ വീട്ടുകാരെ അല്ലെങ്കിൽ അവരെ പേഴ്സണലായിട്ട് എന്താ പറയുക ഇത്ര ഇറിറ്റേറ്റ് ചെയ്യുന്ന സംസാരങ്ങളാവട്ടെ അല്ലെങ്കിൽ അങ്ങനത്തെ കമൻസുകളാവട്ടെ അതൊന്നും നമുക്കൊരു മാക്സിമം കുറച്ചൊക്കെ ഇതാക്കാം. പക്ഷെ വീടും അല്ലെങ്കിൽ സ്വന്തം എന്താ പറയുക അദ്ദേഹത്തിൻ്റെ കരിയർ നശിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളൊന്നും അതൊന്നും ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളാണ്. Good ball out wide towards Lendungal, who's won the challenge here. Floats it in. Stojanovic! And that is the first goal that's taken some time coming for Kerala Blasters.
Blasters. സഹൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സഹൽ ലാസ്റ്റ് ഇയർ ഉണ്ടായിരുന്നു, പക്ഷേ ലാസ്റ്റ് ഇയറിന് സഹലിന് അത്ര പ്ലേയിങ് ടൈമും കിട്ടിയില്ലായിരുന്നു. അതിനുശേഷം അവൻ സെക്കൻഡ് ഡിവിഷൻ കളിച്ചു, അവൻ ഗോൾ സ്കോർ ചെയ്തു, അങ്ങനെ ശരിക്കും ഇമ്പ്രൂവ് ആയി. ശരിക്കും വെച്ച് കഴിഞ്ഞാൽ അവൻ ഇമ്പ്രൂവ്ഡ് ആണ് ഓൾറെഡി, എന്നാലും അവൻ്റെ എന്താ പറയുക അവൻ്റെ കഴിവ് ശരിക്കും അവൻ പുറത്ത് കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക ആരാധകർക്കാവട്ടെ എല്ലാ പ്ലേയേഴ്സിനാവട്ടെ സഹൽ എന്ന് പറയുന്ന പ്ലെയറെ എബിലിറ്റി എന്താണ്, അവൻ്റെ ക്വാളിറ്റി എന്താണെന്ന് ശരിക്കും കാണിച്ചു കൊടുത്ത ഒരു സീസണാണിത്. അവനിപ്പോൾ Under-23 ക്യാമ്പിലാണുള്ളത്. എൻ്റെ നല്ല ഫ്രണ്ടാണ്. അവൻ്റെ അടുത്ത് എന്താ പറയുക പേഴ്സണലി ഞാൻ പറയുകയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എൻ്റെ ഫേവറേറ്റ് പ്ലെയറും അവൻ തന്നെയാണ്. Great two-footed players, the Sahal Abdul Samad. Good ball out wide towards Len Dungal, who's won the challenge here. Floats it in. Sejanovic! And that is the first goal that's taken some time coming for Kerala Blasters. സീനിയർ ഇന്ത്യ കളിക്കുക, പിന്നെ ക്ലബ് ലൈഫ്, ക്ലബ്ബിൽ എത്രത്തോളം നന്നായി കളിക്കാൻ പറ്റുന്ന എത്രത്തോളം ക്ലബ് ലൈഫ് കൊണ്ടു നടക്കാൻ പറ്റുമോ എൻ്റെ കരിയർ കഴിയുന്നവരെ നന്നായി ചെയ്യാൻ തന്നെയുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള മുന്നോട്ടുള്ള കാര്യങ്ങളൊന്നും ഫുട്ബോൾ അല്ലാതെ ഞാൻ വേറെ ഒന്നും ഇതുവരെയായിട്ടും ചിന്തിച്ചിട്ടില്ല. Sahal with a chance to score as well, and some finish that from Sahal Abdul Samad. Well, he deserved that goal because he created it in the first place by making that run from his own half. സൂപ്പർ കപ്പ് ലാസ്റ്റ് ഇയർ നല്ല പ്രതീക്ഷയോടെ തന്നെയായിരുന്നു ഞങ്ങൾ കളിക്കാൻ പോയത്. പക്ഷേ ഞങ്ങൾ 2-0 അപ്പുള്ള ഞങ്ങൾ 3-2 ഞങ്ങൾ അവിടെ തോറ്റു. പക്ഷേ അതൊക്കെ പാസ്റ്റാണ്, കഴിഞ്ഞതാണ്. പക്ഷേ ഇപ്പം നമ്മളെ മെയിൻ ലക്ഷ്യം നമുക്കിപ്പോൾ വേറെ ഒന്നുമില്ല ഫ്രണ്ടിൽ. നമ്മൾ ഈ ISL സീസൺ ഭയങ്കര മോശമായി, ഇനി സൂപ്പർ കപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്ലേയേഴ്സ് എല്ലാവർക്കും അതെല്ലാവരും ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അത് ചാമ്പ്യൻ ആവുക, അല്ലെങ്കിൽ അത് നല്ലൊരു റിസൾട്ട് കാണിക്കുക, നന്നായി കളിച്ച് കാണിക്കുക. ഇപ്പം ഈ തള്ളിപ്പറയുന്ന ആരാധകരാവട്ടെ അല്ലെങ്കിൽ മോശമായിട്ട് അവരെല്ലാവരും ജസ്റ്റ് ഞങ്ങൾക്ക് പ്രൂവ് ചെയ്യാനുള്ള ഒരു അനദർ പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. അപ്പം ശരിക്കും ഞങ്ങൾ നന്നായി ചെയ്യാമെന്ന് വെച്ചാൽ